ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. അതിന് ഞാൻ 2 ഉരുളക്കിഴങ്ങ് വലുതെടുത്ത് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കരുത്, വലുത് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം. കാരണം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെ വേണം. എന്നിട്ട് നമ്മളിത് കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കണം. ഒരേ ടൈപ്പിൽ അരിഞ്ഞെടുക്കുക. നീളത്തിൽ അരിഞ്ഞ് ഇടാം. നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് മുഴുവൻ ഒരു വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. കാരണം പൊട്ടാറ്റോയിൽ അറിയാലോ, ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നന്നായി കഴുകിയെടുക്കുന്നത്. ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച് ആ ചൂടുവെള്ളത്തിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് മുഴുവൻ ഇടണം. ഒരു 5 മിനിറ്റോളം അതൊന്ന് വേവിക്കണം. നമുക്ക് മനസ്സിലാവും, ഒരു മണമൊക്കെ വരാൻ തുടങ്ങി, പിന്നെ ചെറിയൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങും. 5 മിനിറ്റ് കഴിഞ്ഞത് നമുക്കിത് എടുക്കാം കേട്ടോ. ഒരു അരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി ആ വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് അത് തണുപ്പിക്കാൻ വെക്കണം. ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കിതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇട്ടു കേട്ടോ. കുറച്ച് ഇടണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് സുഖം കിട്ടും. പക്ഷേ അത്യാവശ്യം എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുഴുവനും ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് മനസ്സിലാവും, ഒരു മണം വരും. നമുക്ക് ഒരു പൊട്ടാറ്റോ കുക്ക് ചെയ്താലുള്ളൊരു മണം ഉണ്ടാവില്ല, അത് വരും. അത് വരുമ്പോൾ പിന്നെ ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്കത് കോരിയെടുക്കാം. നമ്മളൊരു അരിപ്പ പോലുള്ള പാത്രത്തിൽ കുറച്ച് നേരം വെച്ച് കൊടുത്താൽ ആ വെളിച്ചെണ്ണ മുഴുവൻ പൊക്കോളും കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മസാല ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.